കുഴിമുറിക്കുന്ന കാര്യത്തിനെതിരല്ല. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുന്നതിനും നമ്മളെതിരല്ല. പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിരുന്നു അറിയത്തില്ലെന്ന്. നമസ്കാരം, വിനീഷാണ്. ഈ കൂട്ടിയിടുന്ന ഒരു തരി മണൽ പോലും തോട്ടപ്പള്ളിയിൽ നിന്ന് ഇനി കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കൊടികുത്തി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവരോട് ഞാൻ ചോദിച്ചത് എവിടം വരാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളും എവിടം വരാൻ കാണുന്ന അവർക്ക്. എവിടം വരാനുള്ളത് നമ്മള് കുഴിമുറിക്കുന്ന കാര്യത്തിനെതിരല്ല. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുന്നതിനും നമ്മളെതിരല്ല. പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിരുന്നു അറിയത്തില്ലെന്ന്. ഈ ഷട്ടർ താത്തിട്ടല്ല പൊഴി മുറിക്കുന്നത്. ഈ ഷട്ടർ താത്തിട്ടല്ല പൊഴി മണൽക്കടത്ത് അനുവദിക്കില്ല. മുറിക്കാനെതിരില്ല. മണൽക്കടത്ത് തടയും ഞങ്ങൾ. മണൽക്കടത്ത് തടയും ഞങ്ങൾ. സിന്ദാബാദ് സിന്ദാബാദ് കോൺഗ്രസ് സിന്ദാബാദ്. അധികാരികളെ അന്ധന്മാരെ, പിണറായി വിജയൻ സർക്കാരെ, അയ്യാറിയുടെ അധികാരികളെ, അധികാരികളെ മുറിക്കാനെതിരല്ല. മണൽക്കടത്ത് തടയും ഞങ്ങൾ. പാടില്ല. പരിമണൽ പന്നം പാടില്ല. പരിമണൽ ഖനനം പാടില്ല. മറ്റൊരു വയനാടാക്കാനാ. തോട്ടപ്പള്ളിയുടെ തീരം കവരാ. ഞങ്ങൾ സമ്മതിക്കില്ല. തീരദേശം സംരക്ഷിക്കാം. ജനതയാകെ സംരക്ഷിക്കാം. വർണ്ണക്കൊടി കെട്ടായോ. സിന്ദാബാദ്. കോൺഗ്രസ് സിന്ദാബാദ്. അതൊന്ന് നന്നായിട്ട് കുഴിക്കാൻ പറ്റും. അകത്ത് മണ്ണേരമായിട്ട്
ഇപ്പോഴും അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ സംഭവങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലൊരു ദുരന്തമായി നമ്മുടെ മുമ്പിലുണ്ട്. പ്രകൃതിയുടെ ഭീകരമായ തിരിച്ചടി, പ്രകൃതിക്ഷോഭം ഒരു നാടിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നത് നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി നിൽക്കുകയാണ്. അവിടുത്തെ നിലവിളികൾ, വിലാപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമാനമായ സാഹചര്യം ഈ തീരപ്രദേശത്ത് സൃഷ്ടിക്കാൻ പാടില്ല. ഈ തീരം കവർന്നെടുത്താൽ ഈ കടലമ്മയുടെ തിരിച്ചടിക്ക് മുമ്പിൽ ഈ തീരത്തേക്ക് കടന്നു കയറിയാൽ ഈ ജനതയുടെ നിലനിൽപ്പാണ് ഇവിടെ ഇല്ലാതാകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം നടക്കുന്ന ഒരു പ്രദേശമായി കരിമണൽ ഖനനം നടക്കുന്ന അമ്പലപ്പുഴ മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ക്യൂബിക് ടൺ മണ്ണ് യാതൊരു തത്വദൂഷ്യവുമില്ലാതെ, ഒരു പഠനവുമില്ലാതെ, ഒരു പാരിസ്ഥിതിക പഠനവുമില്ലാതെ യന്ത്രക്കൈകൾ കൊണ്ട് വാരിക്കൊണ്ട് പോയി കോടിക്കണക്കിന് രൂപയുടെ ലാഭം കരിമണൽ കമ്പനി നേടിയെടുത്തു. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും കോഴ വാങ്ങിയത്, മാസപ്പടി വാങ്ങിയത് ഈ തീരത്തെ വിറ്റുകൊണ്ടാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഓരോ 6 ലോഡ് മണ്ണിനും 50 ലക്ഷത്തിൽ പരം രൂപയുടെ ലാഭമാണ് കരിമണൽ കമ്പനിക്ക് ലഭിക്കുന്നത്. അതിന്റെ ലാഭവിഹിതം വളരെ കൃത്യമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും കൈപ്പറ്റുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ തീരത്തെ കവർന്നെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ പൊടി മുറിക്കണം. നമുക്കതിൽ ആരും എതിരല്ല. പൊടി മുറിക്കണം, വെള്ളം കടന്ന വർഷങ്ങളെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ പൊടി മുറിക്കാൻ എന്ന പേരിൽ കടലിനുള്ളിൽ നിന്ന് വരെ കരിമണൽ കോരിയെടുക്കുക, യന്ത്രക്കൈകൾ കൊണ്ട് കോരിയെടുക്കുന്ന സീ വാഷിങ്ങിന്റെ ലോജിക്ക് എന്താണ്? എന്താ അടിസ്ഥാനം എന്താണ്? ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മണൽ മലകൾ, ഈ മലകൾ നേരെ ചവറയിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ മണൽ ഖനനത്തിലും അതുവഴി ധാതുമണൽ ഉത്പാദിപ്പിച്ച് കരിമണൽ കമ്പനിയെ കൊഴുപ്പിക്കാം എന്ന ഉത്തരവാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത് പണത്തിന്റെ പേരിൽ മാത്രമല്ലേ? ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഇവിടുത്തെ ജനപ്രതിനിധികളും CPM-ന്റേതാണ്. എന്നാൽ ഇവർക്കാർക്കും മിണ്ടാട്ടമില്ലേ? ഒരു തത്വവിഷയമില്ലാതെ ഈ കടലിനെ കവർന്നെടുക്കുമ്പോ, ഈ പ്രദേശത്ത് രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുമ്പോ, നമുക്കറിയാം ഇവിടുത്തെ ആ ഒരു ഈ തോട്ടപ്പള്ളിക്കും വടക്കോട്ടുള്ള സ്ഥിതി എന്താണ്? കടൽ ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് വീടുകൾ ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടു പോയി. അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നു. നാടില്ലാതാവുന്ന സാഹചര്യം വിദൂരമല്ല. അതിരൂക്ഷമായ ഒരു കടലാക്രമണം ഉണ്ടായാൽ ദേശീയപാതയോട് ഏകദേശം 50 മീറ്റർ പോലും പല സ്ഥലങ്ങളിലും ഇവിടെ ഇപ്പൊ വീതിയില്ല. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് കടൽ ഇപ്പൊ കയറിക്കഴിഞ്ഞു. അപ്പൊ തീരശോഷണം വർദ്ധിപ്പിച്ച് ഈ നാടിനെ ഇല്ലാതാക്കാൻ ഇവിടെ ശ്രമിച്ചാൽ കോൺഗ്രസ് പാർട്ടി അസന്നിഗ്ധമായി പറയുന്നു, ഇവിടെ പൊഴി മുറിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ ഇവിടുന്ന് മണ്ണ് വാരിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആദരണീയനായ MPC KC വേണുഗോപാൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ തടയും. ബഹുമാനനായ MPC KC വേണുഗോപാൽ വളരെ കൃത്യമായി തന്നെ ഈ ഒരു സമരത്തിന് പരിപൂർണമായ നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല, ഈ മണൽക്കടത്ത് അനുവദിക്കാൻ സാധിക്കില്ല. കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. കോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നു. അപ്പൊ നാടിനെ വഞ്ചിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകാമെന്ന് ആരെന്ന് കരുതിയാൽ അത് നടക്കില്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. ഇന്നൊരു തുടക്കം മാത്രമാണ്. പ്രതീകാത്മകമായി കോൺഗ്രസിന്റെ ഈ 3 പതാക ഇവിടെ കുത്തിയിരിക്കുന്നത്. കണ്ടലല്ല, മണ്ണല്ലേ വേണ്ടത്. കണ്ടല് മണ്ണിന്റെ മുകളിലല്ലേ കാണാൻ പറ്റൂ? അതെ, കാറ്റാടി മരങ്ങൾ, 100 കണക്കിന് കാറ്റാടി മരങ്ങൾ വെട്ടിക്കളഞ്ഞു. തുടക്കമാണ്. നമ്മളത് ശക്തമായി സിന്ദാബാദ് സിന്ദാബാദ് കോൺഗ്രസ് സിന്ദാബാദ് വെടികുത്തൽ സമരം സിന്ദാബാദ് അധികാരികളെ വിജയൻ സർക്കാരെ യാറിയുടെ അധികാരികളെ അധികാരികളെ മുറിക്കാനെതിരല്ല തോട്ടപ്പള്ളിയുടെ തീരം കവരാൻ തോട്ടപ്പള്ളിയുടെ തീരം കവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മുവർണ്ണക്കൊടി കട്ടായം